നമസ്കാരം. ഇന്ന് എറണാകുളം ഉണർന്നത് ഒരു നെടുക്കുന്ന വാർത്തയുമായിട്ടായിരുന്നു. കേരള വാട്ടർ അതോറിറ്റിയുടെ സംഭരണ ടാങ്കായിട്ടുള്ള തമ്മനം കൂത്താപ്പാടിയിൽ ഉള്ള സംഭരണ ടാങ്ക് പൊട്ടി അവിടെ ആ പരിസരവാസികൾക്കുണ്ടായ നാശനഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവസഹായം എന്ന് പറയട്ടെ, ആളഭയമൊന്നും ഉണ്ടായില്ല. പക്ഷേ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വീടുകളും മതിലുകളും വാഹനങ്ങളും മറ്റ് പ്രോപ്പർട്ടീസുമെല്ലാം തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. വൻ ദുരന്തമായിരുന്നു പ്രദേശവാസികൾക്ക് നേരിടേണ്ടി വന്നത്. രാത്രി ആയതുകൊണ്ട്, പുലർച്ചെ ആയതുകൊണ്ടും ആളപായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും എറണാകുളം തമ്മനം കൂത്താപ്പാടിയിലുള്ള വാട്ടർ ടാങ്കാണ് പൊട്ടിയത്. അതിൻ്റെ ശേഷിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളും മറ്റു മാധ്യമപ്രവർത്തകരും എല്ലാവരും തന്നെ ആ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഓരോരുത്തരും അവരുടേതായ കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ അവർ വീക്ഷിക്കുകയാണ്. തത്സമയം നമ്മുടെ ആലുവയിൽ നിന്ന് ഏകദേശം 1,34,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള 2 ടാങ്കുകളാണ് ഈ കൂത്താപ്പാടി പമ്പ് ഹൗസിൽ ഉള്ളത്. ഏകദേശം 40-45 വർഷം പഴക്കമുള്ള ടാങ്കുകളാണ്. അതിൽ ഒരു കമ്പാർട്ട്മെൻറ്റാണ് വെളുപ്പിന് 2:30 തകർന്നത്. ഈ ടാങ്ക് തകർന്നതിനെ തുടർന്ന് ഈ പ്രദേശത്തെ സമീപ പ്രദേശത്തെ വീടുകളിലും അതുപോലെ അവരുടെ ഗൃഹോപകരണങ്ങളും വാഹനങ്ങളും മതിലുകളും എല്ലാം നഷ്ടപ്പെട്ട് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ അടിയന്തരമായ ഇടപെടലുണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുടിവെള്ള ക്ഷാമം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് എറണാകുളം നിയോജകമണ്ഡലത്തിലാണ്. എറണാകുളം സിറ്റി, എളമക്കര, ചിറ്റൂര്, വടുതല, ചേരാനെല്ലൂർ, അതുപോലെ തന്നെ ചമ്പക്കര ഈ പ്രദേശങ്ങളിലാണ് ഈ ടാങ്കിൽ നിന്ന് ബൂസ്റ്റിംഗ് നടക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ബൂസ്റ്റിംഗ്. ഇന്ന് എറണാകുളം സിറ്റിക്കേക്കുള്ള ബൂസ്റ്റിംഗ് നടക്കുന്ന ദിവസമാണ്. അപ്പോൾ അടിയന്തരമായി ഈ വെള്ളം യുദ്ധകാല അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് കിട്ടുന്നതിനുള്ള നടപടി ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് നടപ്പാക്കണമെന്നാണ്. മറ്റൊന്ന്, ഈ ടാങ്ക് തകർന്നതിലൂടെ ഈ പ്രദേശത്തെ സമീപവാസികൾക്കുണ്ടായ നഷ്ടം വലിയ നഷ്ടമാണ്. അവരുടെ വീട്, ഗൃഹോപകരണങ്ങൾ, TV, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ മറ്റ് കാറ്, വാഹനങ്ങൾ, ബൈക്ക്, അങ്ങനെ മതല് എല്ലാം തകർന്നു കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ. വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. നമുക്ക് ഹെൽത്ത് സെൻ്ററിലെ മരുന്ന് മുഴുവൻ നഷ്ടപ്പെട്ടു. അപ്പം വലിയ ദയനീയമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരും റവന്യൂ അധികാരികളും കോർപ്പറേഷൻ അധികാരികൾ സംയുക്ത പരിശോധന നടത്തി ഓരോ വീടുകൾക്കും ഉണ്ടായിട്ടുള്ള നഷ്ടത്തെ സംബന്ധിച്ച് കണക്കാക്കി അവർക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് കളക്ടർ ഇടപെട്ട് ഫണ്ട് കൊടുക്കണമെന്നതാണ്. ടാങ്കിൻ്റെ കാലപ്പഴക്കം തന്നെയാണെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഞാൻ വളരെ ചെറുപ്പത്തിൽ ഉള്ള കാലഘട്ടത്തിലാണ് ഈ ടാങ്കിൻ്റെ പണി ചെയ്യുന്നത്. അപ്പോൾ വളരെ പഴക്കമുള്ള ടാങ്കാണ്. കാലപ്പഴക്കം കൊണ്ടാണ് അപകട ഇത്തരത്തിൽ കാഷ്വാലിറ്റി ഉണ്ടായെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നത്. സ്വാഭാവികമായും ഇത് അടിയന്തരമായി ഇത് പരിഹരിക്കാവുന്ന